ഇംപ്രൂവ്മെന്റിന്റെ ഈ ഒറ്റ ഡിസിഷൻ തെറ്റിയാ നിങ്ങൾ ചാവുന്നവരെ റിഗ്രറ്റ് ചെയ്യും. എനിക്ക് +1 ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. അപ്പോൾ സാധാരണ എല്ലാവരും എന്നെ ചെയ്യും ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതും. പക്ഷേ ഞാൻ എഴുതിയില്ല. ആ ഒരൊറ്റ ഡിസിഷനാണ് ഞാൻ വലിയ പഠിപ്പി അല്ലാഞ്ഞിട്ടും എനിക്ക് ഫുൾ A+ഉം 95% മാർക്കും മേടിച്ചു തന്നത്. ഇനി പറയാൻ പോകുന്ന പ്ലാൻ ഉപയോഗിച്ച് കറക്റ്റ് ഡിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ +1 ചീറ്റും +2 ചീറ്റും. സ്റ്റെപ്പ് 1, ഇത് കണ്ടില്ല ഒന്നും മനസ്സിലാകത്തില്ല. എന്നോട് ടീച്ചർമാരും നാട്ടുകാരും എല്ലാവരും പറഞ്ഞു എഴുതാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു, എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന വേറെ ഒരുത്തനുമല്ല, എനിക്കാണ്. എൻ്റെ ഫുൾ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കിയ പ്ലാനാണിത്. +1ലെയും +2ലെയും 2 മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് +2ലെ ടോട്ടൽ മാർക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഇത്ര മാർക്കുണ്ട്, അതിൽ 72 മാർക്ക് വേണം A+ന്. എനിക്ക് 5 മാർക്ക് കുറവാണ്. ഇതാണ് എൻ്റെ സെക്കൻഡ് ഇയറിലത്തെ മാർക്ക്. ഇതിൽ ഫുൾ A+ മേടിക്കാൻ വേണ്ടത് 108 മാർക്കാണ്. എനിക്ക് 6 മാർക്ക് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി വരുമ്പം +2ൽ എനിക്ക് 1 മാർക്ക് കൂടുതലിന് A+ കിട്ടി. പക്ഷെ എല്ലാവർക്കും ഇതുപോലെ +2ൽ എഴുതിയെടുക്കാൻ പറ്റുമോ? സിയും പ്രാക്ടിക്കൽ എക്സാമും ഫുള്ള് കിട്ടിയാൽ മാത്രം. ഇനി നിങ്ങൾ എഴുതണ്ടേ അതോ എഴുതണോ? മെയിൻ എക്സാം ഇത്രയും പാടാണെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം ഇത്രയും പാടായിരിക്കും. അപ്പോൾ മെയിൻ എക്സാമിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് എഴുതിയെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം പാടായിരിക്കും. അപ്പൊ നിങ്ങൾ എഴുതണ്ട. ഇനി നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ല. പിന്നെ ഇതും നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് അല്ല എഴുതിയത്, ഉഴപ്പിയാണ് എഴുതിയത് എങ്കിൽ നിങ്ങൾ എന്തായാലും എഴുതുന്നതായിരിക്കും നല്ലത്. ടീച്ചർമാർക്ക് ചിലപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ഇംപ്രൂവ്മെന്റിന് പഠിക്കുമ്പോൾ +2ലെ ഒരു സാധനം തൊട്ട് നോക്കല്ലേ. സെപ്റ്റംബറിലൊക്കെ പരീക്ഷ ആണെങ്കിൽ, അല്ല ഫൈനൽ എക്സാമിന്റെ കൂടി ആണെങ്കിൽ ഡെയിലി കറക്റ്റ് സമയം അതിന് അലോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ പഠിക്കണം. അതെന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, അപ്പൊ മനസ്സിലാവും. അങ്ങനെയാണ് +2 ഓണപരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? പൊട്ടത്തില്ലേ? 2 കാര്യം ഓർക്കണം. 1, ആ മാർക്ക് ഒരു സർട്ടിഫിക്കറ്റിലും വരത്തില്ല. 2, നിങ്ങൾ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ് തെറി പേടിച്ച് അത് പഠിക്കാൻ തീരുമാനിച്ചെങ്കിൽ അവസാന സമയത്ത് വല്ല മാരത്തോൺ ലൈവും കണ്ട് അതേ ഒരു പേപ്പർ ശ്രദ്ധിച്ച് വെച്ചാൽ മതി. +2ന്റെ അവസാന റിസൾട്ട് വരുമ്പോൾ ആരും കാണത്തില്ലെന്നും കൂടെ ഓർക്കണം.